പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഏവരും വീട്ടുകൈത്തൊഴിലായി ഏറ്റെടുത്ത എൻ്റർടൈൻമെൻറ്റ്സിൽ പെട്ട ഒന്നായിരുന്നു ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഗാർഡനിങ്. അതായത് വീട്ടുമുറ്റം പ്രകൃതികരമായി വ്യത്യസ്തതകളിലൂടെ അലങ്കരിക്കുക എന്നത്. അതിനായി ചെടിച്ചട്ടികൾ വാങ്ങിക്കുക എന്നത് നഷ്ടമാണെന്ന് ചിന്തിച്ചു തുടങ്ങിയിടത്ത് ഞങ്ങളിൽ ഉടലെടുത്ത ഒരു ആശയമാണ് ചെടിച്ചട്ടി നിർമ്മാണം. കുറച്ചു പാറപ്പൊടിയും സിമൻറ്റും അടുക്കളയിലെ വിവിധ ആകൃതിയിലുള്ള പാത്രങ്ങളും ഉണ്ടായാൽ ചെടിച്ചട്ടി നിർമ്മാണത്തിനുള്ള റോ മെറ്റീരിയൽസ് ആയി. വിവിധ തരം ചെടിച്ചട്ടികളുടെ നിർമ്മാണം ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡിലൂടെ കാണിച്ചുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെയ്ത കാര്യം 100% വിജയിച്ചു എന്നാൽ പിന്നെ അത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക എന്നതിലാണ് ആവേശം. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ചെടിച്ചട്ടി നിർമ്മാണം 100% വിജയകരമായി എന്ന് മാത്രമല്ല, കണ്ടവരെല്ലാം നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ അതൊരാവേശമായി. നാട്ടിൽ ഉമ്മയുടെ പരിപാടിയാണ് ഇതെല്ലാം എന്ന് ആദ്യം തന്നെ എടുത്തു പറയട്ടെ. ഒരു ബക്കറ്റിൽ പാറപ്പൊടിയും 1-2 പാട്ടക്ക് സിമൻറ്റും ആവശ്യാനുസരണവും വെള്ളവും ഒഴിച്ച് കൂട്ടി റെഡിയാക്കലാണ് ആദ്യ പടി. ഈ കൂടെയൊക്കെ എണ്ണ തേക്കണം. എണ്ണ തേച്ചെങ്കിൽ അത് ശരിക്കും പെട്ടെന്ന് കുർത്തിയിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. ഏതായാലും കുഴപ്പമില്ല, കരിയായാലും വേണ്ടില്ല, ഓയിലായാലും വേണ്ടില്ല, ചൂട് കിട്ടണം. സിമെൻറ്റ് കൂട്ടി വിധമൊക്കെ കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ ചെടിച്ചട്ടി വേണ്ടത് ആ ഷേപ്പിലുള്ള ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് സിമെൻറ്റ് ഫില്ല് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ബക്കറ്റിൽ ഇത്തിരി വെള്ളം, അതായത് ഒരു ബാലൻസിങ്ങിന് വേണ്ടിയാണ് ആ വെള്ളം നിറച്ചത്. എന്നിട്ട് അതിന് ചുറ്റും സിമെൻറ്റ് ഇട്ടിട്ട് ആ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. പിന്നെ അത് സെറ്റാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഓയിൽ തേച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് അത് സിമെൻറ്റ് വെള്ളം, അതായത് കുറച്ച് വെള്ളത്തിൽ സിമെൻറ്റ് കലക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് അതിന് ചുറ്റൊന്ന് ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നിർമ്മിച്ച ചെടിച്ചട്ടികളുടെ ഫൈനൽ റിസൾട്ട്. ഇനി നമുക്ക് വേറൊരു ഷേപ്പിൽ, അതായത് വേറൊരു ടൈപ്പ് ഓഫ് ചെടിച്ചട്ടി നിർമ്മാണമാക്കാം. അതിനും നേരത്തെ ചെയ്ത പോലെ തന്നെ സിമെൻറ്റും പാറപ്പൊടിയും വെള്ളവും വേണ്ട രീതിയിൽ മിക്സ് ചെയ്യുക. ഇത് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള പൈപ്പുകളാണ്. PVC പൈപ്പ് ആവട്ടെ, നമ്മുടെ വീട്ടിൽ പല ആവശ്യങ്ങൾക്കും ഈ വീട് പണിക്കും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുവന്ന പൈപ്പുകളുണ്ടാവും. ചിലപ്പോൾ വേസ്റ്റിലൊക്കെ കിടക്കായിരിക്കും. ഈ പൈപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് സെല്ലോ ടാപ്പ് ഒട്ടിക്കുക. അതായത് നമ്മൾ ഈ സിമെൻറ്റ് ഒഴിക്കുമ്പോൾ പിന്നെ അത് നമുക്ക് വേർതിരിച്ച് പെട്ടെന്ന് കിട്ടാനാണ് നമ്മളൊരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് വെക്കുക. നല്ലോണം നിറച്ചണ്ട, ഇടക്കിടക്ക് ഒന്ന് തട്ടി കൊടുക്കണം. ഇതിൽ ഈ കോയിലെടുത്തിട്ട് അങ്ങോട്ട് അമർത്തിക്കും. കോയിൽ ഒപ്പാണോ എന്ന് അറിയാൻ നമ്മൾ വെച്ച് നോക്കണം. പിന്നെ വീണ്ടും ഇത് നടക്കും.
ഇനി ഒരു വെറൈറ്റി ചെടിച്ചട്ടി നിർമ്മാണമാണ് കാണിക്കുന്നത്. ഇത് നമ്മളെ വീട് പണിക്കൊക്കെ കൊണ്ടുവരുന്ന തൂണുകളുണ്ടാവും, റെഡിമെയ്ഡ് തൂണുകൾ. അത് കട്ട് ചെയ്യിപ്പിച്ചതാണ് ഇത്. ഇങ്ങനെ ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അടിഭാഗം ബേസ് മാത്രം ഒന്ന് സിമെൻറ്റ് നിറച്ചിട്ട് നമുക്ക് ഇതേപോലെ നല്ല യൂസ്ഫുള്ളാണ് ഈ സംഭവം. നമുക്ക് വീട്ടിൽ ഉള്ള ചെടികൾ തന്നെ ഇതിലേക്ക് നേരെ ഇറക്കി വെക്കാം. മറ്റുള്ള ചെട്ടിനേക്കാളും നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഇതിനുണ്ടാകും. കാരണം പക്ക നല്ല സിമെൻറ്റിൽ നമ്മൾ വീടിൻ്റെ തൂണെന്ന് പറയുമ്പം അത്രയും ഉറപ്പിലുണ്ടാക്കുന്നതാവൂലേ. അപ്പോൾ അത്രയും നല്ല ഉറപ്പുള്ള ഒരു ചെടിച്ചട്ടിയായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം. വീട്ടുപണിക്കൊക്കെ ഓടുന്ന റെഡിമെയ്ഡ് തൂണുകൾ വെറുതെ വേസ്റ്റായി കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ ഐഡിയ പോയി ചെയ്തോളി. ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ എല്ലാവർക്കും വിവിധ തരത്തിലുള്ള ചെടിച്ചട്ടി നിർമ്മാണം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഈസി ആയിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ് ഈ ചെടിച്ചട്ടി നിർമ്മാണം ഞാൻ കാണിച്ചു തന്നത്. നിങ്ങൾക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലോ മെസ്സഞ്ചറിലോ ഒക്കെ ആയിട്ട് ഫോട്ടോ ഷെയർ ചെയ്യണം. ഇത് നമ്മുടെ ഉള്ളിയാണ് കേട്ടോ. ഉള്ളി തണ്ട് വരുമ്പോൾ അത് കുത്തിവെച്ച് അതും ഞങ്ങൾ പരീക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ.